നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തെർമോ ഇലക്ട്രിക് ജനറേറ്റേഴ്സിനെ പറ്റിയാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പെൽറ്റിയർ മൊഡ്യൂൾ. പെൽറ്റിയർ മൊഡ്യൂൾ നമുക്ക് ഹീറ്റ് ഡിഫറൻസ് മൂലം ഇലക്ട്രിക് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അതിപ്പോൾ ഡിഫറൻസ് റീജിയനിൽ നമുക്ക് യൂസ് ചെയ്യാം. അർബൻ റീജിയനിലാണ് ഇപ്പോൾ വെഹിക്കിൾ വണ്ടി ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാക്ടറീസിലൊക്കെ ഹീറ്റ് എനർജി കൂടുതലായിട്ടും വരുന്നുണ്ട്. ആ ഹീറ്റ് എനർജി മൂലം അത് വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അതുപോലെ തന്നെ അത് ഓരോ റീജിയൻസ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഡെസേർട്ടിക് റീജിയൻ ആയാലും അതുപോലെ തന്നെ ആർട്ടിക് റീജിയൻസിലായാലും നമുക്കിപ്പോൾ ഈ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഡെസേർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഡെസേർട്ടിലാണെങ്കിൽ ഇപ്പോൾ ഡെസേർട്ടിൽ രാവിലെ ആകുമ്പോൾ നല്ല ചൂടും അതുപോലെ തന്നെ നൈറ്റിൽ നല്ല തണുപ്പുമാണ്. അതോടൊപ്പം ഈ ഹീറ്റ് സാൻഡ് എപ്പോഴും ഹീറ്റായി കിടക്കും. രാത്രിയായാലും സാൻഡ് ചൂട് തന്നെ ആയിരിക്കും. അന്നേരം ഇപ്പം ഈ പെൽറ്റിയർ മൊഡ്യൂൾ ഒരു സൈഡിൽ ചൂടും അത് മറ്റൊരു സൈഡിൽ തണുപ്പുമാണ്. അന്നേരം അത് നമ്മൾ ഡിഫറൻസ് ചെയ്തുകൊണ്ട് ഈ ചൂട് മേളിൽ വന്നതും തണുപ്പ് താഴെ വന്ന രീതിക്കും വെച്ചാണ് ഈ പെൽറ്റിയർ മൊഡ്യൂളിൽ സാധാരണ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ സാൻഡിൻ്റെ സൈഡിൽ സാൻഡ് ചൂടായതുകൊണ്ട് ആ ചൂട് സൈഡ് തണുപ്പുള്ളടത്ത് വെച്ച് അതുപോലെ തന്നെ ഈ തണുപ്പ് വരേണ്ട സ്ഥലത്ത് ചൂട് വെച്ച് കൊടുത്താണ് നമുക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അങ്ങനെ അന്നേരം സാൻഡിൻ്റെ ചൂടും അതുപോലെ തന്നെ പുറത്തുള്ള തണുപ്പും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വെഹിക്കിളിൽ നിന്ന് വരുന്ന ഹീറ്റ് കൊണ്ട് നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? വെഹിക്കിളിൽ നിന്ന് ഹീറ്റ് എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ എഞ്ചിനിൽ അത്യാവശ്യം നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ്. അതിൽ ഹീറ്റ് അത്യാവശ്യം നോർമലി കൺവേർട്ട് ആവുന്ന രീതിയിലും അതോടൊപ്പം തന്നെ നമുക്ക് കൂളിംഗ് ചെയ്യാനുള്ള സിസ്റ്റവും തന്നെ വെഹിക്കിൾസിൽ ഉണ്ടാകുന്നുണ്ട്. അന്നേരം അതിനായിട്ട് നമ്മളൊരു പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചെടുക്കുകയാണെങ്കിൽ ഹീറ്റ് അതിൻ്റെ ഡിഫറൻസ് മൂലം നമുക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് ബാറ്ററിയിലായിട്ട് കൊടുക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയെ പറഞ്ഞല്ലോ. ഇനി രണ്ട് രീതി ഏതൊക്കെയാണ്? ഇനി മൗണ്ടൈൻ റീജിയനും ഉണ്ട്, പിന്നെ ആർട്ടിക് റീജിയനിലും ഉണ്ട്. മൗണ്ടൈൻ റീജിയൻ എങ്ങനെയാണ്? മൗണ്ടൈൻ റീജിയൻ എന്ന് പറഞ്ഞാൽ മൗണ്ടൈൻ റീജിയൻസ് ഇപ്പോൾ ഹിമാലയ പോലത്തുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും എല്ലായിടത്തും. അന്നേരം അതിനനുസരിച്ചിട്ടുള്ള ഹീറ്റ് നമുക്ക് വാമേറും അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെക്കാനിക്കൽ രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അന്നേരം അവിടുത്തെ തണുപ്പ് ഹീറ്റ് മെക്കാനിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം കൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്, അവിടെ ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരെണ്ണം കൂടെ പറഞ്ഞല്ല. മറ്റേത് ആർട്ടിക് റീജിയൻസ്. ആർട്ടിക് റീജിയൻ എങ്ങനെയാണ്? ആർട്ടിക് റീജിയൻ എല്ലാം സെയിം തന്നെയാണ്. ആർട്ടിക്കിലും തണുപ്പ്, അവിടെ സ്ഥിരമായിട്ട് തണുപ്പുണ്ടാകും. അന്നേരം നമ്മൾ ഈ തണുപ്പ് രാജ്യങ്ങളിലുള്ള സ്ഥലത്ത് വീടുകളിൽ എല്ലായിടത്തും തീ വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ഈ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. പുറത്ത് സൈഡിൽ ഡിഫറൻസ് തന്നെ ആയിരിക്കും. അതായത് പെൽറ്റിയർ പുറത്തും അകത്ത് നല്ല ചൂടുമായിരിക്കണം. അന്നേരം അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായാൽ അതിൽ ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട്? 3 പേരാ? 3 പേര്. ഒരുപായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. നിനക്ക് ഇതിൻ്റെ തടസ്സമായി വരുന്നത് എന്തൊക്കെയാണ്? എനിക്ക് തടസ്സമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ദാറ്റ് മീൻസ് ഈ പ്രോജക്റ്റ് ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എന്താണ് തടസ്സമായി തീരുന്നത്? അത്യാവശ്യത്തിനൊരു ഇതിനെപ്പറ്റി വിവരമുള്ളവരായിട്ട് കുറച്ച് ഇത് വേണ്ടി വരും. അവരുടെ സഹായം കൂടി വേണം ഞങ്ങൾക്ക്. അതോടൊപ്പം കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടപ്പാക്കി തരാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും അല്ലേ? സാമ്പത്തികമായി നിങ്ങൾക്ക് അതിനുള്ള സഹായം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഉപദേശം കുറച്ച് ഇപ്പോൾ സാമ്പത്തികം എന്നതിനേക്കാൾ ഉപരി ഇതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഉപദേശമാണ് നിങ്ങൾക്ക് ആവശ്യമായുള്ളത്. ഓക്കെ, താങ്ക് യു.